ധർമ്മടത്തും അതുപോലെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ തിരിച്ചടി ഉണ്ടായി. തലശ്ശേരിയിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല. കരയുടെ സ്ഥാനാർത്ഥിത്വമോടെ തലശ്ശേരി കല്യാശ്ശേരി നേതാക്കൾ പറയും അങ്ങനെ തന്നെയാണല്ലോ. തലശ്ശേരിയും കല്യാശ്ശേരിയിലും തലശ്ശേരി കല്യാശ്ശേരിയിൽ ഭൂരിപക്ഷം കുറഞ്ഞു. 12,000 ഭൂരിപക്ഷം കുറഞ്ഞു. ഗുരുവായൂർ 55 വോട്ടുകൾ മാത്രം ലീഡ്. ഫോട്ടോ ഫിനിഷ് ആണ് ഗുരുവായൂരിൽ. ഫോട്ടോ ഫിനിഷ് ആണ്. 15 റൗണ്ട് കഴിഞ്ഞു. 15 റൗണ്ട് വോട്ടുകൾ 35 വോട്ടുകൾ ഒരു റൗണ്ട് മാത്രമേ എണ്ണാനുള്ളൂ കേട്ടോ. 35 നോക്കൂ. NK അക്ബറും CH റഷീദും 35 വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിൽ നിൽക്കുകയാണ്. എന്ത് സംഭവിക്കും ഗുരുവായൂർ? 20 വർഷങ്ങൾക്ക് ഇപ്പുറം UDF പിടിക്കുമോ ഗുരുവായൂർ? അത് 35 വോട്ടിന്റെ മാത്രം ലീഡ് എന്ന് പറയുമ്പോൾ, പക്ഷെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഗോപാലകൃഷ്ണനെ നിലം തൊടിയിപ്പിച്ചിട്ടില്ല. അതാണ് അവിടെ ഒരു ഹിന്ദു MLA വേണമെന്ന് ഇത് കുത്തൊഴുക്കാണ്. ഏത് ഒഴിച്ചു പോകും. ഇനിയൊരു ന്യൂനപക്ഷ ഏകീകരണവും ഇല്ല, ഒന്നുമില്ല. കഥയും പറഞ്ഞുകൊണ്ട് ആരും വരികയും വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ധർമ്മടത്തുണ്ടായെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ധർമ്മടത്തുണ്ടായെന്ന് പറയണം, പയ്യന്നൂരിലുണ്ടായെന്ന് പറയണം, തളിപ്പറമ്പിലുണ്ടായെന്ന് പറയണം. അതുകൊണ്ട് പറയണ്ട. ന്യൂനപക്ഷ ഏകീകരണം എന്ന വാദം എടുത്ത് തോട്ടിലെറിയാം.